9. അയ്യാന, ആരോ അവിടെ ഉണ്ടായിരുന്നു. മായ, എന്റെ പൊന്നയ്യാന, നീ ഇങ്ങനെ സങ്കടത്തിലിരുന്നാൽ പോയതെല്ലാം തിരിച്ചു കിട്ടോ? ഇല്ലല്ലോ. നഷ്ടമായതെല്ലാം നഷ്ടമായത് തന്നെയാണ്. തിരിച്ചു കിട്ടാൻ ഉള്ളതാണെങ്കിൽ അത് നിന്നെയും തേടി വരും. പക്ഷേ ഇവിടത്തെ സാഹചര്യം വേറെയാണ്. നീ കരഞ്ഞാലോ ചിരിച്ചാലോ കിട്ടാൻ പോകുന്നില്ല. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെയും കാരണമുണ്ട്. ഏത് വ്യക്തിക്കും വേണ്ടത് സ്വന്തം വീട്ടിൽ കുറച്ച് സമാധാനമാണ്. അത് അവന് കിട്ടിയില്ല. അവന് എല്ലാം വേണ്ടെന്ന് വെക്കാൻ തോന്നിക്കാണും. അപ്പോൾ മായയെ പലതും ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ജനിച്ചത് നന്നായി എന്ന്. കാരണം പ്രശ്നങ്ങളും കഷ്ടപ്പാടുമാണ് കണ്ടു വളർന്നത്. അതുകൊണ്ട് എന്തു വന്നാലും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. വീട്ടിൽ എനിക്കൊരു മാസം ശമ്പളം കിട്ടിയിട്ട് വാങ്ങേണ്ട സാധനങ്ങളുടെ കണക്ക് കുറച്ചൊന്നുമാവില്ല, അത്രയുമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാകുമ്പോഴല്ലേ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതും ഇല്ലാതെയായാൽ പിന്നെ എന്ത് ജീവിതം? എൻ്റെ ഈ വീട്ടിൽ അമ്മയെ ചികിത്സിക്കണം, അപ്പുവിനെ പഠിപ്പിച്ചു നല്ല നിലയിൽ എത്തിക്കണം. ഇത്രയും കാലം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ചേട്ടനെ നോക്കണം. ആ കിടപ്പിൽ നിന്നും ഇനി എങ്ങനെ എണീക്കാനാ? നോക്കേണ്ട ആള് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഏട്ടത്തിക്ക് ഇപ്പോൾ ഏട്ടനൊരു ഭാരമായി തുടങ്ങി. ഇല്ലെങ്കിലേ ഉള്ളൂ. പണം കയ്യിലുണ്ടാകുമ്പോൾ വാരിക്കോരി കൊടുക്കും. എന്നെങ്കിലും അത് കയ്യിലില്ലെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തില്ല. ഇനി വീട്ടിൽ ഏത് നിമിഷവും എന്തും നടക്കും. ഇതാണിപ്പോൾ വീട്ടിലെ അവസ്ഥ. വീട്ടിൽ എൻ്റെ കല്യാണ ചർച്ചയാ. പെട്ടെന്ന് വിവാഹവും ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇന്നലെ വന്ന് കണ്ടുപോയവർക്ക് ഇഷ്ടമായി. അച്ഛനിനി വൈകിപ്പിക്കുമെന്ന് തോന്നുന്നുമില്ല. മായ, ആഹാ, നല്ല വാർത്തയാണല്ലോ. ഹേയ്, ഓരോരുത്തരുടെയും ഫാമിലി പ്രോബ്ലം എല്ലാം കേൾക്കുമ്പോൾ പേടിയാടി. മായ, വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല. അത് വിമാനം പിടിച്ചാണെങ്കിലും എത്തുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മൾ നല്ല രീതിയിൽ നിന്നാൽ തിരിച്ചും അവരും നല്ല രീതിയിൽ നിന്നോളും. ഒരു പക്ഷേ അതിനായിട്ട് ഇറങ്ങിയവർക്ക് ഇത് പറഞ്ഞിട്ട് കാര്യവുമില്ല. എൻ്റെ വീട്ടിലെ അവസ്ഥ നോക്ക്. അമ്മ ഒന്നും പറയില്ല, ഒരു പാവം. അപ്പോ വന്ന മരുമോൾ നിലത്തൊന്നും നിൽക്കില്ല. ഇനി നേരെ തിരിച്ചും കാണും. നമുക്ക് നല്ല രീതിയിൽ നിൽക്കാൻ ശ്രമിക്കാം. ബാക്കിയെല്ലാം വിധി പോലെ നടക്കട്ടെ. എല്ലാം ഒരു വിധിയല്ലേ അയ്യാന. അവൾ അതും പറഞ്ഞ് ഒരു ദീർഘശ്വാസം എടുത്തു അവിടെ നിന്നും ഇറങ്ങി. പുഴയിലേക്ക് ഒന്ന് ഇറങ്ങി കൈയും മുഖവും എല്ലാം ഒന്ന് കഴുകി. ആ തണുപ്പ് മുഖത്തേക്ക് തട്ടിയതും അവൾക്ക് ഒരു ആശ്വാസം തോന്നി. മായ അത് നോക്കി നിന്നു. മായയും അയാനയും വീട്ടിൽ വരുമ്പോൾ അമ്മയും ചേട്ടത്തിയമ്മയും അപ്പവും എല്ലാം ഹാളിലുണ്ട്. ചേട്ടന്റെ മുറിയുടെ അവിടെയാണ് എല്ലാവരും നിൽക്കുന്നത്. മായ അകത്തേക്ക് കയറാൻ നിൽക്കാതെ പോകുവാണെന്ന് പറഞ്ഞു അവൾ ഇറങ്ങി. അയാന മനസ്സൊന്ന് തണുത്ത സമാധാനത്തിൽ അകത്തേക്ക് കയറുമ്പോൾ അമ്മ കണ്ണുകൾ സാരിത്തുമ്പിൽ തുടക്കുന്നുണ്ട്. അവൾ എന്താണെന്ന പോലെ എല്ലാവരെയും നോക്കി. വന്നല്ലോ നിങ്ങളുടെ പുന്നാര മോള്. ചോദിക്ക്, ഇതാണോ അവളുടെ ജോലിയെന്ന്? എനിക്കറിയാമായിരുന്നു. അല്ലെങ്കിലും അവൾ ജോലിക്ക് എന്നും പറഞ്ഞു ഇവിടെ നിന്നും പോകുന്നത് നല്ലതിനൊന്നുമല്ലെന്ന് ഇപ്പോ ആളുകളുടെ വായയിൽ നിന്നും കേട്ടപ്പോൾ സന്തോഷമായില്ലേ? ചേട്ടത്തി അയ്യാന എന്താണെന്ന് മനസ്സിലാവാതെ നിന്നു. കണ്ടില്ലേ, ഒന്നും അറിയാത്തൊരു നൃത്തവും അഭിനയവും. ചേട്ടത്തി, ഞാൻ നിങ്ങളല്ലല്ലോ ഒന്നും അറിയാത്ത ഒരു നൃത്തവും അഭിനയവും കാഴ്ചവെക്കാൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നേരെ നോക്കി പറയണം. അല്ലാതെ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് പുറത്ത് വേറെ സംസാരിച്ചാൽ ഞാനിതെങ്ങനെ അറിയാനാ? ഹോ, നീ ചിലക്കാനൊക്കെ തുടങ്ങി. നീ ഏതോ പയ്യന്റെ കൂടെ കറങ്ങുന്നതായിട്ടും അവന്റെ കൂടെ കൂത്താടുന്നതെല്ലാം കേട്ടല്ലോ. ഏട്ടത്തി അയാന അത് കേട്ട് അമ്പരന്ന് നോക്കി. അങ്ങനെയൊന്നുമല്ല ചേച്ചി. ചേട്ടന്റെ ആ പണിയും കൂലിയൊന്നുമില്ലാത്ത കൂട്ടുകാരാരോ വന്ന് ചേച്ചിയെ 2 ദിവസം മുമ്പ് ഏതോ പയ്യനോട് സംസാരിക്കുന്നത് കണ്ടുവെന്നും ഇതിനു മുമ്പ് വേറെ ആരോടോ സംസാരിച്ചു
എന്നും നിങ്ങളുടെ ബന്ധം കൈവിട്ട് പോയി എന്നും എന്തൊക്കെയോ പറഞ്ഞു. കുറേ എരിയും പുളിയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന് പറയാ നീ ആരാടാ? എന്താ അവൻ പറഞ്ഞതിൽ തെറ്റ്? ഞാനിവിടെ ഇങ്ങനെ കിടക്കുകയല്ലേ. അവൾ അവിടെ ആരോടൊപ്പമാണെന്ന് ആര് കണ്ടു? ചേട്ടൻ. അമ്മ ഇതെല്ലാം കേട്ട് വാ പൊത്തിപ്പിടിച്ച് കരയുമായിരുന്നു. അയാനക്ക് അതും കൂടെ കേട്ടതും ദേഷ്യം കയറി. ഇത്രയും നാളും 2 കാലിൽ എണീറ്റ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തേ ഇതൊന്നും ശ്രദ്ധിക്കാൻ ഒഴിവുണ്ടായിരുന്നില്ല? ഇപ്പോ ഇങ്ങനെ ആയപ്പോയാണോ ഇങ്ങനെ അമ്മയും സഹോദരനും സഹോദരിയും ഉണ്ടെന്ന് തോന്നിയത്? എണീറ്റ് നിൽക്കുമ്പോൾ നോക്കാനാവാത്ത നിങ്ങൾ ഇവിടെ കിടന്ന് എന്തു ചെയ്യാനാ? അയാന. മോളെ. അമ്മ അവർ വേദനയോടെ വിളിച്ചതും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. സഹിക്കുന്നതിൽ ഒരു അതിരുണ്ട്. അത് അവസാനിച്ചാൽ പിന്നെ പലതും വന്നു എന്നിരിക്കും. പിന്നെ ആരുടെയോ കൂടെ ഒന്ന് സംസാരിച്ചേ പോയേക്ക്. കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ടുവന്ന കൂട്ടുകാരനും കൊള്ളാം. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോ നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ വളച്ചൊടിച്ചാൽ എങ്ങനെ ഇരിക്കും? അയാൾ അത് കേട്ടതും ഏട്ടത്തിയമ്മ ഒന്ന് ഞെട്ടി. ഓഹോ, അപ്പൊ നീ നല്ലവൾ ആണെന്നാവും പറഞ്ഞു വരുന്നത്. ഞാനിപ്പോ എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ കയ്യിന്റെ ചൂട് നീ അറിഞ്ഞേനെ. ചേട്ടൻ. അഹങ്കാരം പറയാം, അത് ആവശ്യമുണ്ടെങ്കിലല്ലേ? അയാന. ചേട്ടൻ. ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഒരു പേടിയുമില്ലാതെ ന്യായീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ നിനക്ക്. ചേട്ടത്തി. തെറ്റ് ചെയ്താലല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഏതെങ്കിലും ഒരാളോട് ഒന്ന് മിണ്ടിയാൽ അത് വൈവിട്ട സംസാരം അല്ലേ? ഞാൻ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ഇങ്ങോട്ട് പണം കൊണ്ടുവന്നത്. അയാൾ. ആര് കണ്ടു ആരുടെ കൂടെ കിടന്നിട്ടാ കൊണ്ടുവരുന്നേ എന്ന്? ചേട്ടത്തി. ദേ, എന്ത് അനാവശ്യവും പറയാമെന്നൊരു വിചാരമുണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് നടക്കില്ല. ഞാൻ ഇത്രയും നാളും പണിക്ക് പോയി ഉണ്ടാക്കിയത് ഇങ്ങനെയൊന്ന് കേട്ട സ്ഥിതിക്ക് അയ്യാനിനി ജോലിക്ക് പോയിട്ട് ഈ വീട് കഞ്ഞി കുടിക്കില്ല. ഇനി മുതൽ ചേട്ടനും ചേട്ടത്തിയും പണിക്ക് പോയി ഈ വീടിന്റെ പട്ടിണി മാറ്റ്. അപ്പോ പ്രശ്നമില്ലല്ലോ. ഞാൻ പണിക്ക് പോയിട്ട് നിന്നെയൊക്കെ നോക്കേണ്ട എന്താവശ്യമാ എനിക്കുള്ളത്? ചേട്ടത്തി. എന്നാ ഞാൻ പണിക്ക് പോയി നിങ്ങളെ നോക്കേണ്ട എന്താവശ്യമാ എനിക്കുള്ളത്? അന്ന് ഹോസ്പിറ്റലിൽ നിന്നും ആരുടെയെങ്കിലും കൈയും കാലും പിടിച്ച് പണം നൽകി രക്ഷപ്പെടുത്തേണ്ടതോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഓടി നടന്നു നോക്കേണ്ടതോ ആയ എന്താവശ്യമാ ഉള്ളത്? അഹങ്കാരം കൊണ്ട് ഇറങ്ങിപ്പോയവർ എന്തേ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നു? എന്നിട്ട് ഞാൻ എന്തേ നിങ്ങളെ നോക്കുന്നു? അയാന. മോളെ എന്തൊക്കെ പറയുന്നേ? എനിക്ക് ഭ്രാന്ത് പിടിക്കുക അമ്മേ. എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ വേണ്ടി ഓടി നടന്ന് കഷ്ടപ്പെടുമ്പോൾ, അതും ഇതുപോലെ ഓരോ കണ്ണിൽ കാണുമ്പോൾ എൻ്റെ കഷ്ടപ്പാടിന് എന്ത് വിലയാ ഉള്ളത്? എന്നിട്ട് അവരുടെ സംസാരം കേട്ടില്ലേ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അമ്മേ. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ മരുമോളുടെ തനി സ്വരൂപം കണ്ടില്ലേ? ആ കിടക്കുന്ന ചേട്ടനോ ഇവരോ നന്നാക്കാൻ പോവുന്നില്ല. എത്ര പാഠം പഠിച്ചാലും പഠിക്കില്ല. ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ്. എൻ്റെ അധ്വാനത്തിന് ഇവിടെ വിലയില്ലെങ്കിൽ പിന്നെ എവിടെയാ ഞാനത് ആഗ്രഹിക്കേണ്ടത്? ഞാനിങ്ങനെ ഇവിടെ ഉണ്ടായിട്ടല്ലേ എൻ്റെ തലയിൽ കയറുന്നത്? എനിക്കറിയാം എന്ത് വേണമെന്ന്. അതും പറഞ്ഞ് അയാൾ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോയി. കണ്ടോ അവളിപ്പോ ഓരോന്ന് പറഞ്ഞു പോകുന്നത്, ഓരോ വൃത്തികേട് ചെയ്തു വെച്ചിട്ട്. ചേട്ടത്തി അത് പറഞ്ഞ് തീരലും അമ്മയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞതും ഒപ്പമായിരുന്നു. ചേട്ടന്റെ മുമ്പിൽ വെച്ചായിരുന്നു തല്ലിയത്. അവൻ തന്നെ അത് കണ്ട് ഞെട്ടിപ്പോയി. എന്റെ മോളെക്കുറിച്ച് ഇനിയൊരക്ഷരം നീയും അവനും മിണ്ടിയാൽ ഞാനിനി ഇങ്ങനെയാവില്ല. എല്ലാം സഹിച്ച് കഷ്ടപ്പെടുന്ന കുട്ടിയാ അവൾ. ഇതൊന്നും കാണാൻ വയ്യാത്തവരെ എനിക്ക് വേണമെന്നൊരു നിർബന്ധവുമില്ല. അത്രയും ദേഷ്യത്തിൽ പറയുമ്പോൾ എല്ലാവരിലും ഒരു ഞെട്ടലായിരുന്നു. ഇത്രയും നാളും ഒന്നും മിണ്ടാത്ത അമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് അപ്പു അത്ഭുതത്തോടെ പുഞ്ചിരിച്ചു. അമ്മേ. ചേട്ടൻ. നീ നന്നായി എന്ന് വിചാരിച്ചു പോയി. അത് എൻ്റെ തെറ്റ്. അതും പറഞ്ഞ് അവരും പോയി. അപ്പോ
എല്ലാവരും പോയ സ്ഥിതിക്ക് ഞാനൊരു കാര്യം കൂടെ പറയാം. ഇവിടെ വന്ന് ചേച്ചിയുടെ ചിലവിൽ തിന്നിട്ട് ആ ചേച്ചിക്ക് തന്നെ ഇട്ട് പണി തരുന്ന എന്ത് വർഗമാണ് നീയൊക്കെ? പിന്നെ ചേട്ടാ, ഈ കിടത്തം കിടന്നിട്ടും അഹങ്കാരം തീർന്നിട്ടില്ല അല്ലേ? അമ്മയാ നിങ്ങളെ നോക്കുന്നേ, അല്ലാതെ ഈ അഹങ്കാരിയായ സ്ത്രീയാണോ? അപ്പോ ഡാ, നീ എന്താടാ പറഞ്ഞേ? ചേട്ടത്തി, നിങ്ങൾ കേട്ടതെന്തോ അത് തന്നെയാണ് പറഞ്ഞേ. എത്ര നാള് നിങ്ങൾ ഇങ്ങനെ അഹങ്കരിക്കും? ഇത്ര അഹങ്കാരമുള്ളവർ എന്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത്? പിന്നെ ചേട്ടനെന്ന് പറയുന്ന നിങ്ങൾ ഈ കിടത്തം ഇങ്ങനെ കിടക്കാൻ ചേച്ചി വേണ്ടി വന്നിട്ടുണ്ട്, അത് മറക്കരുത്. അപ്പോ അതും പറഞ്ഞു അവൻ പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയതോടെ എൻ്റെ ജീവിതം നശിച്ചു. ഏത് നേരത്താണവോ നിങ്ങളെ കെട്ടാൻ തോന്നി? ഒരു വകക്ക് പറ്റാത്ത ഒരു മനുഷ്യൻ. അവൾ ആ അയാനക്ക് ഞാൻ ഇതിലും വലിയ പണി കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, അവൾ ഇവിടെ നിന്നും കരഞ്ഞു എൻ്റെ കാൽ പിടിക്കുന്നത് കണ്ടോ? അവൾ നാളെ എൻ്റെ കാൽ പിടിപ്പിക്കും. ഞാൻ ആരാണെന്ന് നിങ്ങളെല്ലാം കാണിച്ചു തരാം. ചേട്ടത്തി, അവളും ചാടിത്തുള്ളി അയാളെ നോക്കി ദേഷ്യത്തിൽ ബാത്റൂമിന്റെ ഡോർ വലിച്ചടിച്ചു. അവൻ ഒന്നും മിണ്ടാതെ അത് കേട്ട് കിടന്നു. ശരിയാ, ഞാൻ എന്തിനാ ഈ അഹങ്കരിക്കുന്നേ? ഇവളെ കണ്ടിട്ടോ? ചേട്ടൻ ആത്മാ. അയാന ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് തിണ്ണയിൽ ഇരിപ്പാണ്. മോളെ. അമ്മ അമ്മ അവളുടെ ചുമരി കൈവച്ചതും അവൾ കണ്ണുകൾ തുടച്ചു. ഇതെല്ലാം പറഞ്ഞു ആരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല. ഞാനും ഒരു മനുഷ്യനല്ലേ അമ്മേ. മനസ്സിന് ഒരു സമാധാനവും കിട്ടാതെയായപ്പോൾ സഹിക്കിട്ട് പറഞ്ഞു പോയതാണ്. അയാന അവരെ നോക്കാതെ അവൻ വേദനയോടെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചു. എനിക്കറിയാലോ എൻ്റെ മോളെ. മോളെ, ഞാനൊരു കാര്യം പറയട്ടെ. അവൾ എന്താണെന്ന പോലെ അവരെ നോക്കി. മോൾക്കൊരു കല്യാണം നോക്കട്ടെ അമ്മ. അമ്മ അത് കേട്ട് അവൾ ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി. അമ്മ എന്തീ പറയുന്നേ? അയാന, മോൾക്ക് ഒരു ജീവിതം വേണ്ടേ? ഇങ്ങനെ നടന്നാൽ പറ്റില്ല. ആര് പറഞ്ഞു? കല്യാണം കഴിഞ്ഞ നല്ല ജീവിതം കിട്ടി എന്നാണോ? ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണോ? അയാന, അത് പറഞ്ഞാൽ എങ്ങനെ മോളെ? അതും പറഞ്ഞു ആരെങ്കിലും വിവാഹം ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുവോ? അമ്മ അതിന് അവൾ മറുപടി ഒന്നും കൊടുത്തില്ല. മോളെ, നീ അമ്മ പറയുന്നത് മനസ്സിലാക്ക്. എത്ര നാൾ നീ ഇങ്ങനെ നടക്കും? മോളുടെ വിവാഹം കൂടെ കഴിഞ്ഞിട്ട് വേണം ഈ അമ്മക്ക് സന്തോഷത്തോടെ ഒന്ന് മരിക്കാൻ. അമ്മേ, എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മ, ഒരു വിവാഹം കഴിഞ്ഞു എന്ന് വിചാരിച്ച് അവിടുത്തെ സാഹചര്യം പോലെയാവും ജീവിതം. അല്ലാതെ വിവാഹം കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഹാപ്പിയാവുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ? അതുമല്ല, ഞാനൊരു വിവാഹം കഴിഞ്ഞു പോയാൽ ഇവിടത്തെ എല്ലാം ആര് നോക്കും? എങ്ങനെ ജീവിക്കും? നീ ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് മതി. നീ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒടുക്കൽ കേട്ടതെന്താ? ഈ നാട്ടുകാർ പറഞ്ഞതെന്താ? ഇനി ഇതൊന്നും പറഞ്ഞിങ്ങനെ നിർത്താൻ പറ്റില്ല. ഞാൻ പണിക്ക് പോയാണെങ്കിലും ശരി, ഈ കുടുംബം ഞാൻ നോക്കും. എൻ്റെ മോൾ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കിനി വയ്യ. അതും അല്പം ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി. അപ്പോ അതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാന അതും കൂടെ കേട്ടതും സങ്കടത്തോടെ ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തി അവൾ മൗനമായി കരഞ്ഞു. ചേച്ചി, അപ്പോ ഞാൻ എന്താടാ ചെയ്യാ? എനിക്കറിയില്ലടാ. അപ്പുവിന്റെ മുഖത്തേക്ക് നോക്കാതെ അങ്ങനെ ഇരുന്നു കൊണ്ട് തന്നെ പറഞ്ഞു. ചേച്ചി, ലോകം എങ്ങനെയാണ്? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. ഇവിടെ എന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് മരിക്കാനാണോ ചേച്ചിയുടെ ഉദ്ദേശം? ഇത്രയെല്ലാം ചെയ്തിട്ടും ഈ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതോ? എല്ലാം കൂടെ ആയപ്പോൾ ഒത്തിരി സങ്കടമായിട്ടുണ്ട് അമ്മക്ക്. അപ്പോ അയാന ഒന്നും മിണ്ടിയില്ല. ചേച്ചിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ പോലും ഇതുവരെ ചേച്ചിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പോ അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവനെ ഒന്ന് നിറമീയോടെ നോക്കി. എല്ലാം കൂടെ ആയപ്പോൾ ഒത്തിരി സങ്കടമായിട്ടുണ്ട് അമ്മക്ക്. അപ്പോ
അയാന ഒന്നും മിണ്ടിയില്ല. ചേച്ചിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ പോലും ഇതുവരെ ചേച്ചിയുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല. അപ്പോ അതിനും അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവനെ ഒന്ന് നിറമീയോടെ നോക്കി. നമുക്ക് ഇഷ്ടമുള്ള ആളെ വിവാഹം ചെയ്യണമെന്ന് വിചാരിക്കും, പ്രണയിക്കും. ഒടുവിലത് വീട്ടിലറിയുമ്പോൾ അത് അവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥ. മറ്റു ചിലത് വീട്ടുകാർ കാണിക്കുന്ന ഒരു പെണ്ണ് കാണലിലൂടെ ഒരാളെ കെട്ടുന്നു. അത് സന്തോഷമോ സങ്കടമോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സഹിക്കേണ്ടി വരും. ഇങ്ങനെയില്ലേ ഒത്തിരി ജീവിതങ്ങൾ. അപ്പോൾ ഏതായാലും അനുഭവിക്കാനുള്ളതെല്ലാം അവനവൻ തന്നെ അനുഭവിക്കണം. അത് എങ്ങനെയായാലും നമ്മുടെ വേദനയും സങ്കടവും എല്ലാം സ്വയം അനുഭവിച്ചു തീർക്കണം. അല്ലാതെ അത് ഏറ്റുവാങ്ങാനൊന്നും ആരും വരില്ല. അയാന അത് കേട്ട് അപ്പു ഒന്നും മിണ്ടിയില്ല. ഒരു വിവാഹ ജീവിതം എന്നത് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. എൻ്റെ ഈ പ്രായത്തിന് മുമ്പ് തന്നെ പല പെൺകുട്ടികളും വിവാഹ ജീവിതങ്ങൾ സ്വപ്നം കാണുന്നവരായിരിക്കും. പക്ഷേ അങ്ങനൊരു ജീവിതം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെയൊന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ചിലതെല്ലാം മാറി മറിയാൻ അധിക ടൈമൊന്നും വേണ്ടി വന്നില്ലെന്ന് മാത്രം. ഗ്രഹിക്കുന്നത് ഒന്ന്, കിട്ടുന്നത് മറ്റൊന്ന്. ഇനി നടക്കാൻ പോകുന്നത് എന്താ എന്തോ, നടക്കാനുള്ളതെല്ലാം കൂടെ നടക്കട്ടെ. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് പോയി. അപ്പോൾ അത് നോക്കി നിന്നു. രാവിലെ അയാന നേരത്തെ എണീറ്റു. ചേട്ടത്തിന്ന് അടുക്കളയിലേക്ക് വന്നിട്ടേയില്ല. അവൾ എല്ലാ പണിയും ഓടി നടന്നു ചെയ്തു വെച്ചു. പനി ശരിക്ക് വിട്ടുമാറാത്ത ക്ഷീണവും മനസ്സിന്റെ വേദനയും അവളെ തളർത്തുന്നത് പോലെ തോന്നിയെങ്കിലും എല്ലാം അവൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഓ, അപ്പോൾ ഞാൻ എണീക്കില്ല എന്ന് കണ്ടപ്പോൾ പണിയെടുക്കാനൊക്കെ കഴിഞ്ഞല്ലോ. ചേട്ടത്തി പശുവിനെ കറക്കുന്നതിൻ്റെ ഇടയിൽ ചേട്ടത്തി വന്നു ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ കേട്ട് നിന്നു. അല്ല, പണ്ട് നിങ്ങൾ ചെയ്തിരുന്ന പണിയായിരുന്നല്ലോ അതെല്ലാം. അപ്പു പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പു എല്ലാം പേക്ക് ചെയ്ത് ഒരുങ്ങി ഇറങ്ങിയിരുന്നു. കൂടെ അമ്മയും. ഞാൻ ഇറങ്ങുവാ ചേച്ചി. ട്രെയിൻ എപ്പോയാ? അയാന 9 മണി. ഞാൻ ഇറങ്ങട്ടെ. അപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അയാന അത് കണ്ടതും ഒന്നും മിണ്ടിയില്ല. അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു ഇറങ്ങി നടന്നു. അയാന വേദനയോടെ നോക്കി നിന്നു. അമ്മ സങ്കടത്തോടെ നോക്കി. ചേട്ടത്തി പുച്ഛത്തോടെ നിന്നു. അങ്ങനെ ഒരു ശല്യം പോയി കിട്ടി ചേട്ടത്തി ആത്മ. അവരെല്ലാം അതും നോക്കി അകത്തേക്ക് കയറുമ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതും അവരെല്ലാം പുറത്തേക്കിറങ്ങി. അതിൽ നിന്നും അബിയുടെ അമ്മ ഇറങ്ങുന്നത് കണ്ട് അയാന ഞെട്ടിപ്പോയി. കൂടെ തന്നെ അബിയുടെ അച്ഛനും മുത്തശ്ശനുമുണ്ട്. അബിയുടെ അമ്മ ദേഷ്യത്തിൽ അവളുടെ അടുത്തേക്ക് വന്നു. ഡേ, എന്റെ കുഞ്ഞിനെ കൊന്ന് നീ ഇവിടെ സുഖമായി ജീവിക്കാമെന്ന് വിചാരിച്ചോ? സമ്മതിക്കില്ല ഞാൻ നിന്നെ. അബി അമ്മ അത് കേട്ട് ഞെട്ടിക്കൊണ്ട് എല്ലാവരും നിന്നു. ശബ്ദം കേട്ട് അയൽക്കൂട്ടം അവിടെ കൂടിയിട്ടുണ്ട്. തുടരും.